ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് കേട്ടോ വന്നത്. സ്വീറ്റ് കോൺ ചാട്ട് അല്ലെങ്കിൽ മസാല സ്വീറ്റ് കോൺ എന്നൊക്കെ പറയാം കേട്ടോ നമുക്ക്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് സ്വീറ്റ് കോൺ. ഇത് ഞാൻ നേരത്തെ ബോയിൽ ചെയ്തിട്ട് വച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, പിന്നെ അര കഷ്ണം തക്കാളി അരിഞ്ഞതും, പിന്നെ കുറച്ച് മല്ലിയിലയും. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ അതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഇതേ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോണ് പാനിലേക്കൊന്ന് മാറ്റി കൊടുക്കാവേ. നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കണേ. അധികം മൊരിയിപ്പിക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. അതുപോലെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാമേ. ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതേപോലെ തന്നെ തക്കാളിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു പിഞ്ച് ചാട്ട് മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങാ നീര്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ സ്വീറ്റ് കോൺ കൊണ്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറ്റ് പ്ലാനിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും വേണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്